നിങ്ങളിപ്പോൾ ഈ കണ്ണാടി കണ്ട സുന്ദരനില്ലേ നേരെ പോകുന്നത് സ്കൂളിലേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 9 ദിവസം കൂടെ കഴിഞ്ഞാൽ മാത്സ് എക്സാമാണ്. അതും മുൻകൂട്ടി കണ്ട മിസ്സ് ഞങ്ങൾക്ക് ക്ലാസ്സും വെച്ചിട്ടുണ്ട്. മെട്രോയുടെ പണിയൊക്കെ കാരണം കുറേ ഊടുവഴി കയറിയിട്ടാണ് സ്കൂളിലേക്ക് ഇപ്പോൾ പോകുന്നത്. കാരണം നല്ല രീതിക്ക് ബ്ലോക്കും അതുപോലെ തന്നെ നല്ല രീതിക്ക് പൊടിയുണ്ടാവും. അങ്ങനെ സ്കൂളിലേക്ക് എത്തി. ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇല്ല. ഞങ്ങൾക്ക് മാത്രം ഒന്ന് ക്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ പഠിക്കാനായതുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങ് പോയിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അങ്ങ് ഇറങ്ങി. എൻ്റെ ഒപ്പം നടക്കുന്നവനാണ് ദേ ഈ കാണുന്നത്. അവൻ്റെ പേരാണ് ബെച്ചു. പിന്നെ നമ്മുടെ കൊക്കോ ബേക്കറി ചെന്നപ്പോഴത്തേക്കും ബായുടെ ഒരൊറ്റ തള്ളലാണ്. ബെച്ചു പാവമായതുകൊണ്ട് അത് മൊത്തം കേട്ട്. പിന്നെ ഒരു ലൈമും കുടിച്ച് നേരെ വീട്ടിലേക്ക്. മെട്രോയുടെയൊക്കെ പണി കണ്ടുകൊണ്ടാണ് പോയത്. നല്ല അന്യായ ബ്ലോക്ക് ആയതുകൊണ്ട് ഇച്ചിരി വൈകിയാണ് ചെന്നത്. നല്ല ചൂട് കാരണം എനിക്ക് നടക്കാൻ നല്ല മടിയുണ്ടായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ഞാൻ ഈ വാർക്കപ്പണിക്കാരെ ശ്രദ്ധിച്ചത്. ഈ പൊരി വെയിലത്തും അവർ കിടന്ന് കഷ്ടപ്പെടുന്ന ആലോചിക്കുമ്പോഴത്തേക്കും എന്തോ ഒരിത് ഏത്. പിന്നെ പതുക്കെ വീട്ടിലേക്ക് നിന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഇനി നേരെ കടയിലേക്ക് പോകണം. ഇന്ന് പ്രത്യേകിച്ച് പഠിത്തമൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഇനി ഫ്രീ ആയിരിക്കുള്ളൂ. ഇനി ബാക്കി വേണം നാളെ ഇരുന്ന് പഠിക്കാൻ. കടയിൽ പോയിട്ട് ഒരു ചായ കൊടുത്ത് കുടിച്ചപ്പോഴത്തേക്കാണ് എൻ്റെ വല്യപ്പ വഴിയിൽ കൂടെ പോകണ ഏതോ ഒരു ചേച്ചീനെ വായി നോക്കിയിരിക്കണ പോലും എനിക്ക് തോന്നിയത്. വായ്നോട്ടം തന്നെയാണെന്നാവും. ഇനി എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ പോവാം, കിടന്നൊന്ന് ഉറങ്ങണം. അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടെങ്കിൽ അതിടുന്ന് കാണണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.